ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ സാധാരണ എല്ലാവരും നിന്നുകൊണ്ട് പറയുന്നതാണ് കണ്ടിട്ടുള്ളത് അല്ലേ? എന്താ ഇപ്പോൾ പിതാവ് ഇങ്ങനെ ഇരുന്നിട്ടായേ എന്നുള്ള വല്ല സംശയവും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇത് ഫലിക്കുമോ വചനം? അപ്പോൾ കർത്താവ് കാണിച്ചു തന്ന മാതൃകകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വചനം ശ്രവിക്കുന്നവന് ഉണ്ടാകേണ്ട ശ്രദ്ധയും പരിശ്രമവും ഒട്ടും കുറയ്ക്കരുത് എന്ന് പറയാനാണ്. കർത്താവ് വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു കടൽക്കരയിലാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്നുകൂടിയിരുന്നു. അങ്ങനെ അടുത്തിരുന്ന് പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ടൊന്നും മൈക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, നിൻ്റെ വഞ്ചി ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കുക. ഈശോ അതിൽ കയറി ഇരുന്നു കൊണ്ട് അവരോട് സംസാരിച്ചു. അവർ ശ്രദ്ധയോടുകൂടി കേട്ടു. അവർ ശ്രദ്ധിച്ച് കേട്ടിരുന്നത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഒന്നും കേൾക്കില്ല. ഒരിക്കൽ ഒരു മലയോരത്താണ് ആളുകൾ കൂടിയിരുന്നത്. ഈശോ ആ മലയുടെ കുറച്ച് മുകളിലേക്ക് കയറി അവിടെ ഇരുന്നു. അപ്പോൾ ആളുകൾക്ക് ഈശോയെ കാണാം. ഇരുന്നു കൊണ്ട് അവരോട് പറഞ്ഞു. ആ മലയിലെ പ്രസംഗം നൂറ്റാണ്ടുകളോളം ആവർത്തിക്കപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ വചനം ഫലപ്രദായകമാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നവരുടെ ശ്രദ്ധയും ഉത്സാഹവുമാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ ഇടവരുത്തുന്നത്. പറയുന്നവരുടെ പ്രാധാന്യം ഒട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം കേൾക്കുവാൻ, അത് മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും അത് ആവർത്തിക്കാറുണ്ട്, ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നില്ലെങ്കിൽ ആ ബലിയർപ്പണത്തിൽ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. കാരണം ദൈവം എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, പിന്നീട് അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വെറും അധര ശുശ്രൂഷയും വേറെ ചില അനുഷ്ഠാനങ്ങളുടെ ആവർത്തനവുമാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾ വചനം കേൾക്കുമ്പോൾ നല്ലതുപോലെ അത് മനസ്സിലാക്കി ദൈവം തന്ന സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ വിജയിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നും കിട്ടാതെ വന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ മോശമായിട്ട് തിരിച്ചു പോകുന്ന അനുഭവമുണ്ടെന്ന് വചനപ്രഘോഷകർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ച് കേട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇന്ന് വീണ്ടും വായിച്ചത്. പക്ഷേ ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണ്. അത് വായിക്കുമ്പോൾ, അത് പ്രഘോഷിക്കുമ്പോൾ
ദൈവം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യും. ആ സന്ദേശം നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊരിക്കലും പണ്ട് കേട്ടതാവില്ല, പഴയതാവില്ല. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നില്ലെങ്കിൽ അതൊരടയാളമാണ്. ഞാൻ വചനം വേണ്ട വിധത്തിൽ ശ്രവിച്ചില്ല. കർത്താവ് പറയാഞ്ഞിട്ടല്ല, പറഞ്ഞത് കേൾക്കുവാൻ ഞാൻ തയ്യാറില്ലാതിരുന്നത് കൊണ്ട് എനിക്കത് ഫലപ്രദമായില്ല എന്നുള്ളത്. എമ്മാവുസിലേക്ക് 2 ശിഷ്യന്മാരിങ്ങനെ അവരുടെ അന്നത്തെ ജീവിതാനുഭവങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വളരെ ശക്തിയായി സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു യാത്രക്കാരൻ്റെ രൂപത്തിൽ ഈശോ അവരുടെ പിന്നാലെ കൂടിയത്. ഈശോ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത അപരിചിതനാണോ നീ? ഏത് കാര്യങ്ങൾ? വീണ്ടും ഈശോ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവരെന്താണ് പറയേണ്ടതെന്ന് അവർ വീണ്ടും അതിന് ഉത്തരം പറഞ്ഞു. എന്നാൽ അതിലൂടെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രവചനങ്ങളിലും നിയമത്തിലുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈശോയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആ യാത്രക്കാരൻ അവർക്ക് വിവരിച്ചു കൊടുത്തു. അവർ താല്പര്യപൂർവ്വം അത് കേട്ടു. അവർക്ക് ഈശോയാണെന്നൊന്നും മനസ്സിലായില്ല, പക്ഷെ അവരത് കേട്ടു. പിന്നീട് ഉണ്ടായ അനുഭവം ഉണ്ടായപ്പോൾ അവർ സംഗതിയൊക്കെ നമുക്കറിയാം. അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് വിഭജിച്ച് അവർക്ക് കൊടുത്തു. എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവരത് വാങ്ങി കഴിച്ചു. അപ്പോൾ അവർക്കൊരനുഭവം ഉണ്ടായി. അവർ കണ്ണടച്ച് കാണും. ആ ഭക്തി പാരവശ്യത്തിൽ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഈശോ ഇല്ല. എന്നാൽ അവരുടെ മനസ്സിലെ ശക്തമായൊരു ബോധ്യം നമ്മോട് സംസാരിച്ചിരുന്നത് ഈശോയാണ്. അത് മുമ്പ് അവർക്ക് മനസ്സിലായിരുന്നില്ല. അവൻ പറഞ്ഞപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? എല്ലാവരും സമ്മതിച്ചു, ശരിയാണ്. ഇതാണ് വചനത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് നിരർത്ഥകമായി ഉപയോഗമില്ലാത്തതായി നമ്മൾ ശ്രമിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാത്തത് കൊണ്ട് നമ്മളിൽ മാറ്റം വരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കുടുംബത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എങ്കിലും ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്ന സമയത്തെപ്പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അതാവുമ്പോൾ ഞാൻ ചുരുക്കും. പക്ഷേ ഞാൻ ആ പറയുന്ന കാര്യങ്ങളിലൂടെ ദൈവം നിങ്ങളോട് എന്തെങ്കിലും പ്രത്യേകം പറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷേ ദൈവം പറയുന്നത് തള്ളിക്കളയരുത് പ്രിയമക്കളെ. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാതെ നമ്മൾ തിരിച്ചു പോകുന്നത് കൊണ്ട് വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. വചനം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഫലമെടുത്ത് ജീവിതത്തെ മാറ്റിയ, വ്യത്യാസം വരുത്തിയ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളും കഥകളും നമുക്കറിയാം. എങ്കിലും ഇത് നമ്മുടെ അനുഭവമാണോ എന്ന് ചിന്തിച്ച് നോക്കണം. കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർത്തുപോയി, നമ്മുടെ ചാവറയച്ചൻ നമ്മുടെ സഭയ്ക്ക് വലിയൊരു നേതൃത്വം ഒരു പ്രയാസമേറിയ കാലഘട്ടത്തിൽ നൽകിയ നമ്മുടെ ഒരു ഇടവക വൈദികനായിരുന്നു ചാവറയച്ചൻ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ ഒന്നിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ കൂടുതൽ ആഴത്തിൽ പോകണമെന്നുള്ള ചിന്തയിൽ അവർ സന്യാസ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങളിൽ ചിന്തിച്ച് അവർ സമൂഹത്തിന് രൂപം കൊടുത്തു. അതിൻ്റെ ആരംഭകരായിരുന്നവരൊക്കെ അതിനൊക്കെ പ്രചോദനം കൊടുത്തുകൊണ്ട് അവരെല്ലാം മൺമറഞ്ഞു പോയി. എന്നാൽ ആ സമൂഹത്തെ നയിക്കാനുള്ള വലിയൊരു ഭാഗ്യം ചാവറയച്ചനാണ് ഉണ്ടായത്. അദ്ദേഹം ആ സഭയെ വഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് നമ്മുടെ സഭയുടെ നേതൃത്വപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സഭയെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹം പലതും പ്രവർത്തിച്ചു. അദ്ദേഹം മരണത്തോട് അടുത്ത് വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, എൻ്റെ നാട്ടുകാരോട്, എൻ്റെ ഇടവക്കാരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട്
ഒരു എഴുത്ത് അദ്ദേഹം എഴുതി ഉണ്ടാക്കി. അത് ആ ഇടവകയിലെ കുടുംബനാഥന്മാരോടും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഒരു ചെറിയ ഒരു പുസ്തകമായിട്ട് അതിന്ന് വളരെയേറെ പ്രചരിച്ചിട്ടുണ്ട്. ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മരിക്കുന്നതിന് മുമ്പ് കാരണവന്മാർ മക്കളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാറുള്ളതിനാണ് ചാവരുൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയത്. കുടുംബങ്ങളോടുള്ള കാര്യങ്ങൾ ഹൃദയം തുറന്ന് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. കുടുംബനാഥനോട്, നാഥയോട്, മക്കളോട്, അയൽക്കാരോട്, ഇടവക്കാരോട് ഒക്കെ അദ്ദേഹം പറഞ്ഞു വെച്ച ആ കാര്യങ്ങൾ ഇന്നിപ്പോൾ 150 വർഷമായി അത് അദ്ദേഹം എഴുതി കൊടുത്തിട്ട് അത് ഇന്നും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് എന്ന് കണ്ടതുകൊണ്ട് അതെല്ലാം ഇന്ന് മനോഹരമായ രൂപത്തിലും എല്ലാവർക്കും ലഭിക്കാവുന്ന വിധത്തിലും അത് പുനഃപ്രസാദനം ചെയ്തിട്ടുണ്ട്. അന്നത്തെ മലയാളം കുറേ പഴയ മലയാളമാണ്. അത് അതേ രീതിയിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിൽ അതിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വർഷം അതിൻ്റെ 150-ാം വർഷം ആചരിക്കുകയാണ്. അത് പ്രമാണിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും വിശദീകരണങ്ങളോടും ചാവറയച്ചൻ്റെ ജീവചരിത്രത്തെ പറ്റിയുള്ള അനുസ്മരണത്തോടൊക്കെ കൂടി അത് പുനഃപ്രസാദനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അതുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. വളരെ സാധാരണ കാര്യങ്ങൾ, വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പരിശ്രമമില്ലാതെ നടക്കില്ല. വെറുതെ ചുമ്മാ പള്ളിയിൽ പോയി നോക്കി അങ്ങ് പോയി വലിയൊരാഘോഷത്തിലൊക്കെ പങ്കുചേർന്നു, വലിയ സൽക്കാരങ്ങൾ നടത്തി, വെടിക്കെട്ട് നടത്തി, അങ്ങനെ അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിൽ ഇടവകയിൽ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്രദമാണ്, നല്ലതുമാണ്. പക്ഷേ നടക്കേണ്ട കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മെ സ്പർശിക്കുകയും നമ്മളതനുസരിച്ച് സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കുടുംബത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 2-ാം വത്തിക്കാൻ സുനോദോസ് കുടുംബത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്താ പറഞ്ഞിരിക്കുന്നത്? കുടുംബം നിങ്ങൾ മിണ്ടോ? എനിക്ക് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന കണ്ടിട്ട് എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ മിണ്ടുമോയെന്ന്. എത്ര വരും പരിചയമുള്ള പ്രാർത്ഥനകളും പാട്ടുകളൊക്കെയാണ് എങ്കിലും അതിവിടെ നല്ല വിദഗ്ധരായിട്ടുള്ള ഗായകരുള്ളപ്പോൾ അവർ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക. ആരാധനയാകുന്നില്ല, നമ്മുടെ കണ്ഠം തുറക്കുന്നില്ലെങ്കിൽ, നമ്മുടെ അധരങ്ങൾ ചലിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് ചിലത് പറയാനുള്ളത് പറയാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ ദൈവം ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ വരും. അതുകൊണ്ട് നമ്മുടെ ആരാധന ജീവിതത്തെയും അതിൽ സംബന്ധിക്കുന്ന വിധത്തെയും പറ്റി നമ്മൾ നല്ലതുപോലെ പരിശോധിച്ച് അത് വ്യക്തിയിൽ വരുത്തേണ്ട മാറ്റമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്ന മാർഗങ്ങൾ നമ്മൾ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 2-ാം വത്തിക്കാൻ സുനോദോസ് പറഞ്ഞത് കുടുംബം എന്ന് പറയുന്നത് ഗാർഹിക ദേവാലയം എന്നാണ്. അപ്പോൾ പലതരത്തിലുള്ള ദേവാലയമുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരം തന്നെ ഒരു ആലയമാണ്, ദൈവത്തിൻ്റെ ആലയം. കർത്താവ് നമ്മോട് വ്യക്തമായി പറഞ്ഞു, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കുമെങ്കിൽ പിതാവ് ഇറങ്ങി വരും, ഞങ്ങൾ നിങ്ങളിൽ വസിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയം പണിയാതെ മറ്റുള്ള ഒരു ആലയവും നമുക്ക് ഫലപ്രദമായിട്ട് തീരില്ല. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവിടുന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അനുഭവമായി തീരുമ്പോഴാണ് ആ ദേവാലയ സാന്നിധ്യം നമുക്കുണ്ടാകുക. ദേവാലയമൊക്കെ അടിച്ചു വാരുന്നില്ലേ? കേടുവരുമ്പോൾ പുതുക്കി പണിയുന്നില്ലേ? ചീത്തയായ ഭാഗങ്ങൾ നമ്മൾ നന്നാക്കുന്നില്ലേ? അത് ഏത് ദേവാലയമായാലും വേണം. അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ വെടിപ്പുള്ളതാക്കി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ചോർന്നൊലിക്കുന്നതാകരുത്, അഴുക്ക് നിറഞ്ഞ് കെട്ടിക്കിടക്കുന്നതാകരുത്,
ദൈവം നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. ഇല്ലേ? എന്താ ഇന്നത്തെ നിങ്ങളുടെ നോട്ടീസിൽ ഞാൻ വായിച്ചു, സെഫാനിയയുടെ പ്രവചനത്തിൽ നിന്നുള്ള ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന് പറയുന്നത്. കർത്താവിൻ്റെ സംരക്ഷണം എത്രമാത്രമാണ്! നിൻ്റെ ഭവനം എല്ലാവർക്കും കയറി ഇറങ്ങാവുന്ന ഒന്നാക്കി തീർക്കാതിരിക്കാൻ അതിന് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. ദുർമർദ്ദകരുടെ കരങ്ങളിൽ നിന്ന് അതിനെ ഞാൻ രക്ഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയമാണെങ്കിലും ഗാർഹിക കുടുംബമാകുന്ന ദേവാലയമാണെങ്കിലും നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഈ ദേവാലയമാണെങ്കിലും അവിടെയെല്ലാം ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. ആ സംരക്ഷണം ഏറ്റെടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. ഗാർഹികമായ ദേവാലയം എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വൃത്തിയായി സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കും. ഏത് ഹൃദയമാകുന്ന ദേവാലയമാണെങ്കിലും ഗാർഹിക ദേവാലയമാണെങ്കിലും നമ്മുടെ ഇടവക ദേവാലയമാണെങ്കിലും. എന്നാൽ ആ ദേവാലയം ഉണ്ടാക്കിയതിനെപ്പറ്റി ചരിത്രം നമുക്കറിയാം. മൂശയോട് ഒരു കൂടാരം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ആ കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. നൂല്, കൂടാരത്തിന് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ, അത് മേയുന്നതിനുള്ള സൗകര്യങ്ങൾ, അവരിൽ എല്ലാം അവരുപയോഗിച്ച് സ്വർണ്ണനൂലുൾപ്പെടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കൂടാരം അവർ നിർമ്മിച്ചത്. ആ കൂടാരം അങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞ് അതിനെ പ്രതിഷ്ഠിച്ചു. അതുപോലെ അത് അവരുപയോഗിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ അവർ ആ കൂടാരത്തിലേക്ക് പോയിരുന്നു. ബലികളും ഒക്കെ അർപ്പിക്കുന്നതിന് അവിടെ പോയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അതിനകത്ത് ബലിപീഠമുണ്ടായിരുന്നു. അതെല്ലാം ഒരുക്കിയതിന് ശേഷം അതിനെ പവിത്രീകരിച്ചു, വിശുദ്ധീകരിച്ചു. അപ്പോൾ എന്തുണ്ടായി? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. മൂശ അതെല്ലാം ക്രമപ്രകാരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് പ്രതിഷ്ഠിച്ചപ്പോൾ ധൂമപടലത്തിൻ്റെ രൂപത്തിലെ അവിടെയെല്ലാം നിറഞ്ഞു നിന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യം അതിൽ നിറഞ്ഞു നിന്നിരുന്നു. അവിടെ നിന്ന് പോകേണ്ട സമയമാകുമ്പോൾ ആ ധൂപം മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ യാത്രക്കാരാണ്. അവരെല്ലാം അതിൻ്റെ ചുറ്റും കൂടാരം അടിച്ചുകൊണ്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കൂടാരങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് അവർ യാത്ര തുടരും. അങ്ങനെ 40 വർഷം ചുറ്റിക്കറങ്ങി നടന്നിട്ടാണ് അവർക്ക് വാഗ്ദാന ദേശത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അവിടെ ചെന്നപ്പോൾ അവർ ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. സ്ലേമോൻ അത് പണിതു. അതും എത്ര മനോഹരമായിട്ട് പണിതു. അതെല്ലാം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു.